ഇപ്പോ വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ, ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കുടുംബം ഏറെ നിൽക്കുക. അത് ഞാൻ പറഞ്ഞു ഇതിന് പ്രതികരിക്കല്ലേ എന്ന് പറയുന്ന ഒരു മോള് പ്രതികരിച്ചു പോയി. അപ്പോഴും ഞാൻ തെറ്റില്ല. ഇത്ര ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു കുടുംബം ഈ നാട്ടിലില്ല കേട്ടോ. മൂത്ത മോള് പ്രതികരിച്ചപ്പോ എന്റെ അടുത്ത് പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പോ വീട്ടിൽ കയറി ചോക്കി ചുറ്റി കൂട്ടിയനെ. അങ്ങനെ പറ. അച്ഛന്റെ എല്ലാ മകൾ അച്ഛൻ ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും മകൾ ഇതിനപ്പുറം ചിന്തിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. എന്റെ മുടിത്രയില് ചെയ്തുള്ളൂ. മാത്രമല്ല എന്റെ ഭാര്യയ്ക്കും സമാനമായിട്ട് നിങ്ങളുടെ മോള് തന്നെ ഒന്ന് പറയാമല്ലോ. എന്തോന്നടേ ഇത്, ഇതിന് വട്ടുണ്ടോ? കാരണം ഞാൻ ഭയങ്കര പ്രതികരണത്തിന്റെ ആളായിരുന്നു. ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ രാവിലെ എന്നും എണീക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ 2 കൊല്ലം നന്ദി പറയും. കാരണം ഇത്രയും സുന്ദരമായൊരു ജീവിതം എനിക്ക് തന്നതിന് അതിയായ നന്ദി പറയും. നോർമലല്ലേ നീ കേൾക്ക്. എല്ലാം ഉണ്ട്, ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ചിലപ്പോൾ ഇതൊക്കെ കിട്ടുന്നത് നിങ്ങളുടെ മനസ്സിൽ തോന്നി ഇയാൾക്ക് ജോലിയില്ല, ഇയാൾക്ക് എന്ത് കിട്ടിയത് അല്ല. ഈ സമയത്ത് എൻ്റെ ഒരു ശരീരത്തിൽ 10-68 ഓർഗനുകൾ ഞാൻ അറിയാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും ഇല്ലേ? ഭാര്യ ആരോഗ്യത്തിരിക്കുന്നു, ഒരു കൊച്ചുമോനെ കിട്ടിയിരിക്കുന്നു. വളരെയധികം സന്തോഷം തരുന്ന കാര്യം, പറയാൻ അന്തസ്സോടെ പറയാവുന്ന ഒരു ജോലി തന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്. ആ കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും, നമ്മളെ പറ്റി മോശം പറയുന്നവരും നമ്മുടെ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. അവരെ നമ്മൾ ഉൾക്കൊണ്ടു പോയേ പറ്റൂ. കാരണം വളരെ രസമായിട്ടേ പറയത്തുള്ളൂ, ഒന്നും കടുപ്പിച്ചും പറയില്ല. കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറിയിരുന്ന് പെടുക്കും. ഇപ്പോ നീ ഒരു പോസ്റ്റ് ഇട്ടിട്ട് നിന്റെ 100 ഫ്രണ്ട്സിന് നിന്റെ ബന്ധുക്കൾക്ക് അയച്ചിട്ട് പറയും എന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഒന്ന് കാണണേ, ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് കമന്റ് ഇടണേ. ഒരൊറ്റ ബന്ധു ഒറ്റ സുഹൃത്ത് നോക്കത്തില്ല. അതേസമയം നമ്മൾ ശത്രു എന്ന് പറയപ്പെടുന്നത് എനിക്ക് ശത്രുവല്ല, അവരിത് നോക്കും. ദിയ കിട്ടി 19-16 സെക്കൻഡില് 1 22 26 ഇതിങ്ങോട്ട് കുറിച്ചു വെച്ചിട്ട് ഒരു 1000 പേർക്ക് ഷെയർ ഇടാ, അലക്കിക്കോ, അവളുടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ആ വ്യക്തികൾ എന്റെ മക്കൾക്ക് എന്റെ കുടുംബത്തിന് ഉണ്ടാക്കി തന്ന ഒരു സബ്സ്ക്രിപ്ഷൻ കൂട്ടിയതും വരുമാനം ഉണ്ടാക്കിയതും എല്ലാത്തിനും അവരും കൂടി ഒരു കാരണക്കാരാണ്. എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ നമ്മൾ രണ്ടാമത് DFL നമുക്ക് ഇതുവരെ കരുതിയുണ്ടോ? ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അച്ഛനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. 4 കോൺട്രവേഴ്സി ഉണ്ടാക്കി കുടുംബം താരേനും വേണ്ടിയില്ല, നമുക്ക് റീച്ച് മുഖ്യം പിടിക്കില്ലേ അല്ലേ കൃഷ്ണകുമാരേട്ട? ഇങ്ങനെ ഒരു തന്തി കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. വെറുതെ ഇല്ല ദിയാകൃഷ്ണ സ്വമേധി എടുക്കെടുക്ക് ഓരോന്നും പറഞ്ഞ് ഏറി കയറുന്നത്. ട്രാവൽ ഏജൻസി. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഉയരണം, എനിക്ക് ഏറ്റവും ഉയരത്തിലെത്തണം എന്നുള്ള ആഗ്രഹം. കുറുക്കുവഴികളൊന്നും എനിക്ക് എടുക്കാൻ ഇഷ്ടമല്ല. അതെ, കുറുക്കുവഴികളൊന്നും എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് 10ാം ക്ലാസ് കോപ്പി അടിച്ച് പാസ്സായ മകളുടെ അച്ഛൻ ഒപ്പ്. അടിപൊളി. ഇങ്ങനെ ഒരു ജന്മം. എന്റെ മക്കൾ കല്യാണം കഴിച്ചിരിക്കുന്നത്, ഒരാളിപ്പോ കല്യാണം കഴിഞ്ഞു, ആ മോള് കല്യാണം കഴിച്ചത് മറ്റൊരു ജാതിയിൽ നിന്ന്, അടുത്ത ആൾ കല്യാണം കഴിക്കുന്ന വേറൊരു മതത്തിൽ നിന്നാണ്. എനിക്കിതൊന്നും വിഷയമില്ല. എന്റെ വീട്ടിനകത്ത് സർവ്വ സംഭവങ്ങളും ഉണ്ട്. സ്വന്തം മതിത്തുന്നോ അന്നെ മതിത്തുന്നോ എവിടെ നിന്ന് വെച്ചാൽ കെട്ടിക്കോ. പക്ഷെ നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ദയവ് ചെയ്ത് നിങ്ങളുടെ മൂത്ത മകനുണ്ടായി ഗതികേട് മറ്റുള്ള മരുമക്കൾക്ക് വരുത്തരുത്. ഇനി കയറി വരാൻ പോകുന്ന മരുമക്കൾക്ക് വരുത്തരുത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ മൂത്ത മകനെ ഇപ്പൊ ആൾക്കാർ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ? പെൺകോന്തനെന്ന്. കേട്ട് പഠിക്കടാ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.